Hi my dear students, welcome to Basic Mathematics. In this class of Basic Mathematics, we are going to discuss some basic concept of mathematics. ഈ മാത്തമാറ്റിക്സിനെ പറ്റി നമ്മൾ വിശാലമായിട്ട് പഠിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ ചെറുപ്പകാലങ്ങളിൽ മുതൽ തന്നെ മാത്തമാറ്റിക്സ് കേട്ടും കണ്ടും പരിചയപ്പെട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആദ്യത്തെ ചിന്ത എന്താണ് എന്നാണ് നിങ്ങളുമായി എന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആരോട് ചോദിച്ചാലും എന്താണ് മാത്തമാറ്റിക്സ് എന്ന് ചോദിച്ചാൽ ആദ്യം ഏവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ നമ്പേഴ്സാണ്, അല്ലെ? So what is numbers? Play of numbers ആണ് മാത്തമാറ്റിക്സ്. മിക്കവാറും എല്ലാവരും പറഞ്ഞാൽ കണക്കൂട്ടലുകളുടെ ഒരു ലോകമാണ് മാത്തമാറ്റിക്സ്. അപ്പോൾ നമ്പറുകളുടെ ഒരു കളിയാണ് മാത്തമാറ്റിക്സ്, പ്ലേ ഓഫ് നമ്പേഴ്സ്. അപ്പോൾ എന്താണ് ഈ നമ്പേഴ്സ്? ക്രണോക്കർ എന്ന് പറഞ്ഞ ഒരു ഫേമസ് മാത്തമാറ്റിക്സ് ഉണ്ട്, ക്രണോക്കർ. അദ്ദേഹം പറഞ്ഞൊരു കൊട്ടേഷൻ ഉണ്ട്, God create integers, everything else is the work of man. God create integers, everything else is the work of man. ദൈവം നമ്പേഴ്സ് സൃഷ്ടിച്ചു, ബാക്കിയെല്ലാം മനുഷ്യന്റെ കണ്ടുപിടുത്തമാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ 0 മുതൽ 1 2 3 up to 9, 0 to 9 അത്രയും ഒരു നമ്പേഴ്സാണ് ബേസിക് നമ്പേഴ്സ് ആയിട്ട് എടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന ഡെസിമൽ സിസ്റ്റമാണ്. ഡെസിമൽ സിസ്റ്റം എന്ന് പല സിസ്റ്റംസ് ഉണ്ട്. സിസ്റ്റം ഓഫ് നമ്പേഴ്സ് ഉണ്ട്, ബൈനറി സിസ്റ്റം ഓഫ് നമ്പേഴ്സ് ഉണ്ട്. ബൈനറി എന്ന് പറഞ്ഞാൽ അത് 2 നമ്പേഴ്സ് ഉണ്ടാവുള്ളൂ. ബൈനറിക്ക് അത് നമ്മൾ പഠിക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബൈനറിക്ക് നമ്മൾ പഠിക്കുന്നത് 0യും 1ഉമാണ് ബൈനറി. ഇനി ഇത് ബൈനറി മാറിയിട്ട് ബേസ് 3 ആയിട്ട് വരുവാണെങ്കിൽ അപ്പോൾ ഇവിടെ ബേസ് 2 നമ്പേഴ്സ് ഉള്ളൂ, 0 and 1. ഇതിനെ നമ്മൾ ബിറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഈ കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ. ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പൊ ഈ 0യും 1ഉം 2ഉം വരുന്നതാണ് ബേസ് 3 ആയിട്ടുള്ള നമ്പേഴ്സ്. ബേസ് 4 ആയിട്ടുള്ള നമ്പേഴ്സ് ആണെങ്കിൽ 0 1 2 3 വരെ വരും. അപ്പൊ അത്തരത്തില് 0 1 2 3 മുതൽ 9 വരെ. അപ്പൊ ഇതാണെങ്കിൽ ബേസ് 2 ആയിട്ട് വരും, അതിനെ ബൈനറി എന്ന് വിളിക്കും. ഇത് ബേസ് 3 ആയിട്ട് വരുന്നത്, ഇത് ബേസ് 4 ആയിട്ട് വരുന്നത്, ഇത് ബേസ് 10 ആയിട്ട് വരുന്നത്, അല്ലെ? ഇവിടെ 2 നമ്പേഴ്സ് ഉള്ളതുകൊണ്ടാണ് ബേസ് 2 എന്ന് പറയുന്നത്. കാരണം അതിനകത്ത് 0യും 1ഉം മാത്രമേ ഉള്ളൂ, വേറെ എല്ലാം ബാക്കിയെല്ലാം അതിന്റെ റെപ്പറ്റീഷൻസ് തന്നെയാണ്. ബേസ് 3 ആയിട്ട് വരുമ്പോൾ അവിടെ ഒരു 3 നമ്പേഴ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 0യും 1ഉം 2 ഉള്ളൂ. അപ്പോൾ ബേസ് 10 ആയിട്ട് വരുന്ന 0 1 2 3 up to 9 വരെ 10 നമ്പേഴ്സ് അല്ലേ? അപ്പൊ ഈ 10 ബേസ് ആയിട്ട് എടുക്കുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയാം. ഡെസിമൽ നമ്പേഴ്സ്, ഡെസിമൽസ്. ഇനി ബേസ് 10 മാത്രമല്ല, ഇത് ബേസിനെ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്ക് ബേസ് 60 ആയിട്ട് വരയ്ക്കുന്നത് അതിനെ സെക്സാഡെസിമൽ എന്ന് വിളിക്കും. സെക്സാഡെസിമൽ ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്, പിന്നീട് നമ്മൾ പഠിക്കുന്നതിൽ നമ്മൾ വരുമ്പോൾ പറയും സെക്സാഡെസിമൽ സിസ്റ്റം. ബേസ് 60 ആണ്. ബേസ് 6 ആയിട്ട് വരുന്നതിനെ ഹെക്സാ എന്ന് വിളിക്കും. അതൊക്കെ നമുക്ക് അറിയാവുന്ന സെപ്റ്റ, അങ്ങനെ നമ്മൾ അങ്ങനെ ഓരോന്നിനും ഓരോ പേരുകൾ ഇട്ടെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കും. നമ്മൾ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത് ഡെസിമൽസ് ആണല്ലോ, അറൗണ്ട് 0 to 9 വരെയുള്ളൂ. അപ്പൊ ഈ ബേസിക്കലി നമ്പേഴ്സിനെ നമുക്ക് 0 to 9 വരെ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞ നമ്പേഴ്സ് ഉണ്ടല്ലേ. പിന്നെ എല്ലാം ഈ 0 മുതൽ 9 വരെയുള്ളതിന്റെ റെപ്പറ്റീഷനാണ്. 0യും 1ഉം 0 എഴുതുമ്പോൾ 10 നമ്മൾ വായിക്കും. അത് നമ്മുടെ ഡെസിമൽ സിസ്റ്റത്തിലാണ്. ഇനി പല സിസ്റ്റം ഉണ്ട്, നമുക്കറിയാം. റോമൻ നമ്പേഴ്സ് ഉണ്ട്, മലയാളത്തിൽ നമ്പേഴ്സ് എഴുതാറുണ്ട്, ഹിന്ദിയിൽ നമ്പേഴ്സ് എഴുതാറുണ്ട്, അല്ലെ? അതുപോലെ തന്നെ നമ്മൾ റോമൻ ലെറ്റേഴ്സ് എഴുതുന്ന നമ്പർ അത് നമുക്ക് പരിചിതമായാണ്. 1 2 അല്ലെ, 3 then 4 5 then 6 ഇങ്ങനെ പോയിട്ട് നമ്മൾ ഇതിനെ 10 എന്ന് വിളിക്കും, അല്ലെ? ഇതങ്ങനെ അങ്ങ് പോയിട്ട് പോകും. പിന്നെ എൽ എന്ന് പറഞ്ഞാൽ 50 ആണ്. സി എന്ന് പറഞ്ഞാൽ 100 ആണ്. ഡി എന്ന് പറഞ്ഞാൽ 500 ആണ്. എം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ആണ്. ഇങ്ങനെ നമ്മൾ പല പേരുകളിൽ ഇതിനെ നൊട്ടേഷൻസ് ഉപയോഗിച്ച് ഇതിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇത് വലിയ അപ്പോൾ ഒരു 437 എന്നൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ വലിയ ചടങ്ങാണ്. ഒത്തിരി നമ്പേഴ്സ് ഒക്കെ ഇങ്ങനെ വരും. അപ്പം 437 എന്ന് എഴുതണം നമ്മൾ എങ്ങനെയാണെന്നൊക്കെ അറിയാമല്ലോ.
400 വരും. സി 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 400ആയി, അല്ല സി 400ആയി, അല്ലെങ്കിൽ 325 ആയിക്കോട്ടെ, എന്നാൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ 300, 325 എന്ന് പറയുമ്പോഴത്തേക്കും 2 10 വരും, 1 5 വരും. ഇത്രയാണ് 325 എന്ന് എഴുതുന്നത്. 1 2 3 3 സി, 300ആയി. ദെൻ 2 10 320, പിന്നെ 5 325, 326 പിന്നെ വരും. അതങ്ങനെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. പോട്ടെ, വീണ്ടും നമ്മൾ നമ്പേഴ്സിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ പല സിസ്റ്റം ഓഫ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു, അതൊക്കെ നിൽക്കട്ടെ, നമുക്ക് നമ്പേഴ്സിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ആദ്യം ഒരു ചോദ്യമുണ്ട്, ഫസ്റ്റ് നമ്പർ ഏതാണ്? ഒന്നാമത്തെ നമ്പർ ഏതാണ്? ഒന്നാമത്തെ നമ്പർ ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരാനുള്ളൊരു ഒരു ഉണ്ട്, 1 എന്ന് പറഞ്ഞാലോ. അപ്പോൾ 1 ചെറിയ നമ്പർ ഇല്ലേ? അപ്പോൾ അടുത്ത ചോദ്യം വരാം. അപ്പോൾ 0 എന്ന് വിളിക്കാം അല്ലേ? അപ്പോൾ 0 ആണ് ഏറ്റവും ചെറിയ നമ്പർ. അപ്പോൾ നമ്മൾ പറയേണ്ടത് അല്ല, 0 കഴിഞ്ഞ് ചെറിയ നമ്പറുണ്ട് അല്ലേ? നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് -1 ആണോ ചെറുത്? അല്ല. -2 ആണോ ചെറുത്? അല്ല. അപ്പോൾ അങ്ങനെ അങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കും. അപ്പോൾ നമ്പേഴ്സിന്റെ തുടക്കം എവിടെയാണ്, ഒടുക്കം എവിടെയാണ് എന്നൊക്കെ ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ നമ്പേഴ്സിനെ ഡീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ പലതരത്തിൽ നമ്പേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതിൽ ആ നമ്പേഴ്സിന്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ആദ്യം ഒന്ന് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്ക് എടുത്ത് വെച്ച് എഴുതി പോരുക. ബേസിക് മാത്തമാറ്റിക്സ്, അത് നമ്പേഴ്സ്. ഫസ്റ്റ് ഈസ് നമ്പേഴ്സ്. ഈ നമ്പേഴ്സിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നത്, നമുക്കറിയാം, നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുണ്ട്, 1 2 3 4 ഇങ്ങനെയാണ് ഈ നമ്പേഴ്സ് പോകുന്നത്. ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ്. ഈ നമ്പേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് അതിനെ നമ്മൾ n എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിന് നമ്മൾ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഉപയോഗിക്കും. ഈ ബ്രാക്കറ്റിന് വിളിക്കുന്ന പേര് സെറ്റ് ബ്രാക്കറ്റ് എന്നാണ് വിളിക്കുക. ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ, ഇതാണ് അതിന്റെ സെറ്റ് ബ്രാക്കറ്റ്. നമ്മൾ എഴുതിയൊക്കെ വരുമ്പോൾ ഇത്തിരി ഇങ്ങോട്ടൊക്കെ ഡീഫോർമേഷൻ ഒക്കെ വന്നിരിക്കും. സെറ്റ്, ഇതിനെ സെറ്റ് എന്നാണ് വിളിക്കുക. ഇതിനകത്ത് എന്ത് എഴുതിയാലും സെറ്റ് എന്ന് പറയുന്നത് കളക്ഷൻ. നമ്മൾ അതിനെപ്പറ്റി നമുക്ക് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഈ ഇങ്ങനെ 2 കോൾഡ് ബ്രാക്കറ്റിനകത്ത് നമ്മൾ എഴുതുന്ന സാധനത്തിനെയാണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എഴുതുന്നതാണ് സെറ്റ് 1, 2, 3, 4, എക്സെട്ര. ഇത് തീരുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ലാസ്റ്റ് നമ്പർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ആൻസർ ഇല്ല. കാരണം എന്താ, ഒരാളിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക, അയാൾ എണ്ണി നിർത്തിയതിനോടുകൂടി ഒന്നും കൂടെ ആഡ് ചെയ്ത് നമുക്ക് തൊട്ടടുത്ത നമ്പർ കിട്ടും. അങ്ങനെ ഒരാൾ എണ്ണി നിർത്തി അടുത്തയാൾ ഒരു വർഷം കൂടെ എണ്ണി കഴിഞ്ഞാൽ നമ്പർ തീരുമോ? ഇല്ല. അപ്പോൾ നമ്പർ തീരുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി നമ്മളൊരു സിമ്പിൾ ഉപയോഗിക്കും. നമ്മൾ പറയുന്നത് ദേ ആർ ഇൻഫൈനൈറ്റ് എന്ന് പറയും. ഫൈനൈറ്റ് അല്ല, ഇൻഫൈനൈറ്റ് ആണെന്ന് പറയും. അങ്ങനെ ഇൻഫൈനൈറ്റ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ഉണ്ട്. അത് ഈ ഡംബൽ ഷേപ്പുള്ള ഒരു സിമ്പിളാണ്. ഇത് ഡംബൽ ഷേപ്പ്. അത് ഞാനൊന്നുകൂടെ കാണിക്കാം. ഇങ്ങനെ, ഇതാണ് ഇൻഫിനിറ്റ്. നമ്മൾ ഈ ഷേപ്പ് നമ്മൾ വായിക്കുന്നത് ഇൻഫൈനൈറ്റ് എന്നാണ്. നമ്മളതിനെ ഇൻഫിനിറ്റി എന്ന് അഡ്ജക്റ്റീവ് ആണ്, ഇൻഫിനിറ്റി എന്ന് വിളിക്കും. ഇൻഫിനിറ്റി. അതാ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു നമ്പർ ഇല്ല. ഇറ്റ്സ് ഓൺലി എ സിമ്പിൾ, നോട്ട് എ നമ്പർ. നമ്മളത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിമ്പിളാണ്. അതായത് നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്ത നമ്മുടെ നിസ്സഹായാവസ്ഥയെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പിളാണ് ഈ സിമ്പിൾ ഇൻഫിനിറ്റി എന്ന് നമ്മളിതിനെ സ്നേഹത്തോടെ വിളിക്കും. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ്, ഇപ്പോൾ നിങ്ങൾ ബുക്കുകൾ എഴുതിക്കോളൂ. എൻ നാച്ചുറൽ നമ്പർ, ഒന്നാമത്തെ നമ്പർ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എൻ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സിമ്പിളാണ്. നമ്മൾ ലോകത്ത് എവിടെ ചെന്നാലും ക്യാപിറ്റൽ എൻ എന്ന് വിളിച്ചാൽ, നമ്പേഴ്സിനകത്ത് ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന സെറ്റ് 1 2 3 4 5 6 അങ്ങനെ 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 പോകുന്നു എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇടുന്ന കുറച്ച് ഡോട്ടഡ്സ് ആണ്. അത് ലാസ്റ്റ് നമ്മൾ ഇടണമെന്നില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, ഇൻഫൈനൈറ്റ് എന്ന് കാണിക്കാൻ വേണ്ടി. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ മക്കളെ, ഈ നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരും കൊണ്ടുണ്ട്. ഈ നമ്പേഴ്സിനെ നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് അല്ലേ? സോ നമ്മൾ ക്ലാസ്സിലൊക്കെ നമുക്ക് നമ്പർ ഇടും. നമ്പർ ഇടുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാ? നമ്പേഴ്സ് നിങ്ങൾ ക്ലാസ്സിൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 അല്ലേ? 1 2 3 നമ്മൾ എന്തിനു കൗണ്ട് ചെയ്യാൻ ഉപയോഗിച്ചാൽ 1 സ്റ്റാർട്ട് ചെയ്യും. സോ ദേ ആർ ഓൾസോ നോൺ ആസ് കൗണ്ടിങ് നമ്പേഴ്സ്. അതൊരു മറ്റൊരു പേരാണ്, കൗണ്ടിങ് നമ്പേഴ്സ്. Counting numbers, because the numbers, these numbers are used to count, so that's why the name is counting numbers. So natural numbers or
കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഇനി ഈ ഒരു പിക്ചർ ഓടിയെത്തണം. ഇനി നമ്മൾ ഈ മുൻപോട്ടുള്ള പഠനത്തിലെല്ലാം ഈ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാറുണ്ട്. പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനത്തെ ഒരു പിക്ചർ ഓടിയെത്തണം. നാച്ചുറൽ നമ്പേഴ്സ് മീൻസ് numbers and this number set 1 2 3 4 etc. that set is called natural numbers. Okay, so now let's move to the next numbers. Second set ennu parnal, so first is natural numbers. Second set ennu parnal whole numbers ennu vilikkum. Whole numbers, whole WHOLE enna whole numbers. ഹോൾ നമ്പേഴ്സിനെ നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്ന W എന്ന് ഉപയോഗിച്ചാണ്. അതിന്റെ ആദ്യത്തെ അക്ഷരമായ W എന്ന് ഉപയോഗിച്ചാണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ സീറോയും കൂടെ കൂടുമ്പോൾ കിട്ടുന്ന സെറ്റിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ നാച്ചുറൽ നമ്പറിന്റെ കൂടെ സീറോയും കൂടെ, സോ സ്റ്റാർട്ട് ചെയ്യുന്ന സീറോയിലായിരിക്കും. 0, 1, 2, 3, etc. That's also an infinite set. So if you want, you can denote this symbol. So it is infinity, and that particular set of numbers is called whole numbers. Okay മക്കളെ, അപ്പോൾ ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി പല പേരിൽ അറിയപ്പെടുന്നു. പക്ഷെ ഇതിനകത്തെല്ലാം വീണ്ടും പലതും നമ്മൾ സിമിലർ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ സീറോയും കൂടെ കൂടുമ്പോഴാണ് നമുക്ക് ഹോൾ നമ്പേഴ്സ് കിട്ടുക എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഈ നാച്ചുറൽ നമ്പറിന്റെ കൂടെ സീറോയും കൂടെ കൂടുന്ന സെറ്റിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ സീറോ കണ്ടുപിടിച്ചതിനെ പറ്റിയൊക്കെ ഒത്തിരി തർക്കങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഔദ്യോഗികമായിട്ട് അതിന്റെ പ്ലേസ് ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്തത് ഇന്ത്യയാണ്. ഇന്ത്യൻസിനാണ് അതിന്റെ ക്രെഡിറ്റ് പോകുന്നത്. ഈവൻ ദോ അത് ഒരു മിഡ് 3rd സെഞ്ചുറിയിലാണ് ഇത് AD 400-ലൊക്കെയാണ്, AD 4 മിഡ് സെഞ്ചുറി, 3ാം സെഞ്ചുറിയിലൊക്കെ ഇത് ഇന്ത്യൻസ് ഉപയോഗിച്ചിരുന്ന ചരിത്രം പറയുന്നുണ്ട്. ഇന്ത്യയിൽ ഇത് അറിയപ്പെടുന്നത് ശൂന്യ എന്ന അർത്ഥത്തിലാണ്. സംസ്കൃതത്തിലെ ശൂന്യ എന്ന വാക്കിൽ നിന്നാണ് ഇതുണ്ടായത്. അപ്പോൾ എന്തുമായിക്കോട്ടെ, അപ്പോൾ ഹോൾ നമ്പേഴ്സിനകത്ത് നമ്മുടെ ഈ സീറോയും കൂടെ കൂടിച്ചേരുന്ന സെറ്റിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് വിളിക്കുക. ദെൻ മൂന്നാമത് വരുന്ന നമ്പേഴ്സ്, അപ്പോൾ നമ്മൾ 2 നമ്പേഴ്സ് പറഞ്ഞു. ഒന്ന് നാച്ചുറൽ നമ്പേഴ്സ് ഓർ കൗണ്ടിങ് നമ്പേഴ്സ്, രണ്ടാമത്തെ നമ്പേഴ്സ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയും. മൂന്നാമത്തെ നമ്പേഴ്സ് ദേ ആർ നോൺ ആസ് ഇൻഡിജേഴ്സ്. നിങ്ങൾ ഇത് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അവിടെ പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ട്, നെഗറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ടെന്ന് അല്ലേ. ഇൻഡിജേഴ്സ് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് ഇസഡ് എന്നുള്ള സിമ്പിൾ ഉപയോഗിച്ചാണ്. ഇസഡ് എന്നുള്ള ഇംഗ്ലീഷ് ആൽഫബറ്റ് ഉപയോഗിച്ചിട്ടാണ് സാധാരണ ഈ ഇൻഡിജേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇത് ആക്ച്വലി എടുത്തിരിക്കുന്ന സാലൻ, ഇങ്ങനെയാണ് എഴുതുന്നത്, ZHLEN, സാലൻ. ഇതൊരു ജർമ്മൻ വേർഡാണ്. നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ H സൈലന്റ് ആണ്, സാലൻ എന്ന് വായിക്കുക, സാലൻ. ഈ സാലൻ എന്നുള്ള ഈ ജർമ്മൻ വേർഡിന്റെ നിന്നാണ് ഇസഡ് എന്നുള്ള സിമ്പിൾ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇസഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ട്, നെഗറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ട്, ടുഗദർ വിത്ത് അവർ ബിലൗഡ് സീറോ. നമ്മൾ സാധാരണ ഇങ്ങനെ എഴുതാറുണ്ട്, സെറ്റ് 0 പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 പ്ലസ് ഓർ മൈനസ് 3 എക്സെട്ര. ഇങ്ങനെ ഇതും തീരുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇൻഫൈനൈറ്റ് ആയിട്ട് പോകുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതിയപ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിങ് 0 അല്ല, നമുക്കറിയാമല്ലോ. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നോ വരെയാണ്, വന്നിട്ട് ഇങ്ങനെ -3 -2 -1 then 0 1 2 3 അങ്ങനെ പോയി എങ്ങോട്ടോ പോവുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ്. ഇതിന് ഈ നമ്പേഴ്സിന് തുടക്കവും ഇല്ല ഒടുക്കവും ഇല്ല, സ്റ്റാർട്ടിങ്ങും ഇല്ല എൻഡിങ്ങും ഇല്ല. അപ്പോൾ ഇതിനകത്തുള്ള കുറേ എണ്ണം നമുക്കറിയാം, പക്ഷെ നമുക്ക് പാറ്റേൺ നമുക്കറിയാം, എങ്ങനെ പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഗ്രാഫ് പേപ്പറൊക്കെ വരയ്ക്കുമ്പോൾ ഗ്രാഫ് പേപ്പറിൽ നമ്മളിങ്ങനെ നമ്പേഴ്സ് നോട്ട് ചെയ്യാറുണ്ട് അല്ലേ. 0 ഇങ്ങനെ ഗ്രാഫ് വരച്ചിട്ട് പ്ലസ് ഓർ മൈനസ് 1 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിന് ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഇങ്ങനെ 0 1 2 3 4 5 ഇങ്ങനെ അങ്ങ് പോവാണ്. അതുപോലെ നെഗറ്റീവ് ഇൻഡിജേഴ്സ് ഇങ്ങോട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. മുകളിലിട്ട് 0 1 2 3 4 5 അങ്ങനെ പോകും, താഴോട്ട് ഇതുപോലെ തന്നെ പോരുന്നു, താഴോട്ടുള്ള നെഗറ്റീവ് നമ്പേഴ്സ്. അപ്പം ഇത്തരത്തിൽ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലേക്ക് കൊടുത്താൽ ഗ്രാഫ് പേപ്പറിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഇത് അതിനിടയ്ക്ക് ഈ നമ്പേഴ്സ് ഇല്ലെന്നല്ല, പക്ഷേ ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇൻഡിജേഴ്സിന് അത് വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. 0 ഈ
നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ട്, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ട്, ആ കൂട്ടത്തിൽ നമ്മുടെ ന്യൂട്രൽ ആയിട്ടുള്ള സീറോയും ഉണ്ട്. ഇതെല്ലാം കൂടെ കൂടുന്ന സെറ്റാണ് ഇൻറ്റിജേഴ്സ് എന്ന് വിളിക്കുന്നത്. ഡിനോട്ട് ചെയ്യുന്ന ഇത് നമ്മൾ സാധാരണ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് കാണിക്കാൻ വേണ്ടി ഇസഡ് പ്ലസ് എന്ന് എഴുതാറുണ്ട്, നെഗറ്റീവ് ഇൻറ്റിജേഴ്സിനെ കാണിക്കാൻ വേണ്ടി ഇസഡ് മൈനസ് എന്നും എഴുതാറുണ്ട്. അപ്പോൾ ഇസഡ് പ്ലസ് എന്ന് പറഞ്ഞാൽ 1 2 3 4 മുതൽ അങ്ങനെ പോകുന്നതാണ്. ഇസഡ് മൈനസ് എന്ന് പറഞ്ഞാൽ -1 -2 -3 അങ്ങനെ പുറകോട്ട് പോകുന്ന നമ്പേഴ്സ് ആണ്. അപ്പോൾ അതൊന്ന് മനസ്സിൽ ഓർത്താൽ മതി. സാധാരണ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഇസഡ് എന്ന് വിളിച്ചു. 3 സെറ്റ് പഠിച്ചു. ഏതൊക്കെയാ? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഓർ കൗണ്ടിങ് നമ്പേഴ്സ്. ആദ്യം നമ്മൾ പഠിച്ചതായിരുന്നു നാച്ചുറൽ നമ്പേഴ്സ് ഓർ കൗണ്ടിങ് നമ്പേഴ്സ്. ദെൻ രണ്ടാമത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പേഴ്സ്. ദെൻ മൂന്നാമത്തെ സെറ്റ് ഇൻറ്റിജേഴ്സ്. ഇതൊക്കെ പറയാം. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഈ കൺസെപ്റ്റുകൾ കടന്നു വരണം. അതാണ് നമ്മൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. Z ആണ്, Z എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. Z 0 1 2 3 എക്സെട്ര അതങ്ങനെ പോകുന്നു പുറകോട്ട്. -1 -2 -3 എക്സെട്ര അങ്ങനെ പുറകോട്ട് പോകുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സ്. ഓക്കെ മക്കളെ? ഓക്കെ. അടുത്ത നാലാമത്തെ സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. റാഷണൽ നമ്പേഴ്സ് ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചിട്ട് ഇതിനെ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് Q എന്നുള്ള സിമ്പിൾ ഉപയോഗിച്ചാണ്. Q. ഇതിന്റെ ഈ സിമ്പിൾസ് എല്ലാം യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന സിമ്പിൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സിമ്പിൾസ് നിങ്ങൾ മറക്കാതെ ഓർത്തിരുന്നോണം. ക്വസ്റ്റ്യൻ ഇതിന് വരാനുള്ള കാരണം ഇത് ആക്ച്വലി വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യന്റ് എന്ന് വിളിക്കുന്ന ഒരു ഇറ്റാലിയൻ വേർഡിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്. നമ്മൾ ബേസിക്കലി ക്വസ്റ്റ്യന്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് എന്ന് ഓർത്താണ് ക്വസ്റ്റ്യന്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യന്റ് എന്ന് പറഞ്ഞ ഒരു ഇറ്റാലിയൻ വേർഡിൽ നിന്നാണ് ഈ റാഷണൽ നമ്പറിന്റെ ഈ Q എന്നുള്ള ആ വേർഡിന്റെ ആദ്യക്ഷരമായ Q ആണ് ഇത് ഉപയോഗിച്ചത്. എനിവേ നമ്മൾ ഇനി ഉപയോഗിക്കുന്ന സിമ്പിൾ Q ആണ് എന്ന് ഓർക്കുക. ഓക്കെ. അപ്പൊ Q എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് പോലെ നമ്മൾ സ്കൂളിൽ ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു വാക്കാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എ നമ്പർ വിച്ച് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം P/Q. അല്ലെ? P/Q. ഇതിന് പ്രത്യേകതയുണ്ട്. Q നോട്ട് ഈക്വൽ ടു 0. മാത്രമല്ല Pയും Qയും P ആൻഡ് Q ആർ ഇൻറ്റിജേഴ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ റാഷണൽ നമ്പറിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് ഓഫ് ദ ഫോം P/Q, Q നോട്ട് ഈക്വൽ ടു 0, P ആൻഡ് Q ആർ ഇൻറ്റിജേഴ്സ്. അതിന് നമ്മൾ മാത്തമാറ്റിക്കലി ഇങ്ങനെയാണ് നമ്പർ ഓഫ് ദ ഫോം P/Q, Q നോട്ട് ഈക്വൽ ടു 0, P/Q എലമെന്റ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ ആണ്. എലമെന്റ് ഓഫ് കാർഡ് ഇങ്ങനെ ഈ അനുസരിച്ച് എലമെന്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതായിരുന്നു Z ആണ്. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ അത് മാത്തമാറ്റിക്കലി അതിന്റെ ഡെഫിനേഷൻ ആയി. എ നമ്പർ വിച്ച് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം P/Q, Q നോട്ട് ഈക്വൽ ടു 0, P ആൻഡ് Q ആർ ഇൻറ്റിജേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഈ ഡെഫിനേഷനിലേക്ക് ഒന്ന് വളരെ ക്ലിയർ ആയിട്ടൊന്ന് കടന്നു പോകാം. എന്താണ് ഈ ഡെഫിനേഷൻ പറയാം? നമ്പർ ഓഫ് ദ ഫോം P/Q എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. Pയും Q എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻറ്റിജേഴ്സ് ആണ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2/3 ഒരു എക്സാമ്പിളാണ്. ഈ ജി എന്ന് എഴുതുന്നത് നമ്മൾ അതിന്റെ അത് വന്നിരിക്കുന്ന ലാറ്റിൻ വേർഡാണ് എക്സാംപ്ലിയ ഗ്രേഷ്യ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിന്റെ രണ്ട് ആദ്യത്തെ അക്ഷരങ്ങളാണ് ഇ ജി. അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഇ ജി എന്നുള്ള പേര് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ 2/3. A number 2/3 is an example. Another example -3/5 is another example. -182 divided by 384. No problem. It's another number. അപ്പോൾ ഇതെല്ലാം റാഷണൽ നമ്പേഴ്സ് ആണ്. പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണ്. ഒരു കണ്ടീഷൻ ഇവിടെ പറയാനുണ്ട്. Q എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. ഡിനോമിനേറ്റർ 0 ആയിട്ടുള്ള നമ്പർ ഒന്നും ഡിഫൈൻഡ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി നമ്മൾ പിന്നീട് വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള നമ്പർ വന്നാൽ എങ്ങനെ ഡീൽ ചെയ്യുന്നതിനെ പറ്റി നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്ര ഓർക്കുക, ഡിനോമിനേറ്റർ 0 വന്നാൽ ഒരിക്കലും നമ്മൾ അത്തരം നമ്പറിനെ ഡിഫൈൻ ചെയ്യത്തില്ല. ദാറ്റ് നമ്പേഴ്സ് കനോട്ട് ബി ഡിഫൈൻഡ്. അപ്പോൾ ഈ റാഷണൽ നമ്പേഴ്സ് നമ്മൾ പറയുമ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ എങ്ങനെ എഴുതുവാണെങ്കിൽ x/x - 1 എന്ന് എഴുതി കഴിഞ്ഞാൽ
അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പറയും എക്സിന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 1 എന്ന്. കാരണം എക്സിന് വാല്യൂ 1 കൊടുത്താൽ ഡിനോമിനേറ്റർ 1 മൈനസ് 1 എന്നുള്ളത് 0 ആയി പോകും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. അത് നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കുന്നിടത്തോളം കാലം അതൊരു പോസ്റ്റുലേറ്റ് ആയിട്ട് എടുക്കേണ്ടതാണ്. ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0. ഈ ന്യൂമറേറ്റർ ഏത് വേണമെങ്കിലും ആക്കാം. ക്ലിയർ ആയ മക്കളെ? അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയും കാര്യമേ ഉള്ളൂ. എന്താണ്? എ നമ്പർ വിച്ച് ക്യാൻ ബി റിട്ടൺ ദ ഫോം p/q where p and q are integers and q not equal to 0. Such numbers are known as rational numbers. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ 3 എന്ന് പറഞ്ഞാൽ ഒരു റാഷണൽ നമ്പർ ആണോ? കാരണം 3 എന്നുള്ള എ നമ്പർ വിച്ച് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം p/q. അപ്പോൾ 3 ഒരു റാഷണൽ നമ്പർ ആണോ? Yes, the answer is yes, because 3 can be written as 3/1. So conditions are satisfied നോക്കിക്കേ. p and q. p is 3, q is 1. q 1 not equal to 0. നമ്മളിവിടെ പറഞ്ഞ 3ഉം 1ഉം എല്ലാം integers ആണെന്ന്. So that's why 3 is also a rational number. Then what about 5 or minus 5? Again we can use the same method. Minus 5 divided by 1. That's again a rational number. So അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും every integers is a rational number, right? Every integers is a rational number. കാരണം ഏത് ഇന്റിജർ എടുത്താലും നമുക്ക് അതിനെ ഈ തരത്തിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ സോ എവറി ഇന്റിജർ ഈസ് എ റാഷണൽ നമ്പർ. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും റാഷണൽ നമ്പർ എന്ന് പറയുന്നത് ഇന്റിജേഴ്സിന്റെ ഒരു സൂപ്പർ സെറ്റ് ആണ്. അത്തരത്തിൽ നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു ചോദ്യം മനസ്സിലേക്ക് വരാം. 0 എന്ന് പറഞ്ഞാൽ ഒരു റാഷണൽ നമ്പർ ആണോ? 0 ഒരു റാഷണൽ നമ്പർ ആണോ? 0. വാട്ട് അബൌട്ട് 0? 0 എന്ന് പറയുന്നതിന് നമുക്ക് വേണമെങ്കിൽ 0/1 എന്ന് എഴുതാമല്ലോ. 0/1 എന്ന് എഴുതത്തില്ലേ? അപ്പൊ 0/1 എന്ന് പറഞ്ഞാൽ ഒരു റാഷണൽ നമ്പർ അല്ലേ? നമ്പർ വിച്ച് ഈസ് ഓഫ് ദ ഫോം p/q. സി p q. p എന്ന് പറഞ്ഞാൽ ഒരു ഇന്റിജർ മീൻസ് 0 ഒരു ഇന്റിജർ ആണ്. Then what about q? q is another integer. See, so 1 എന്ന് പറയുന്ന ഒരു ഇന്റിജർ ആണ്. അപ്പൊ 0/1 എന്ന് എഴുതാം, അല്ലെങ്കിൽ 0/2 എന്ന് എഴുതാം, അതിന്റെ വാല്യൂ 0 ആണല്ലോ. 0/10 എന്ന് എഴുതാം, അതും 0 ആണല്ലോ. അപ്പോൾ p/q ഫോമിൽ എഴുതാൻ സാധിക്കും. ഡിനോമിനേറ്റർ 0 വരാൻ പാടില്ല. അപ്പൊ 0/0 എന്ന് എഴുതാൻ പാടില്ല. അത് വരാം. ഇത് ഇൻഫൈനൈറ്റ് ഫോമിലാണ്, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റാഷണൽ നമ്പേഴ്സിന്റെ ഡെഫിനിഷനിലേക്ക് ഒന്നും കൂടെ വരാം. എ നമ്പർ വിച്ച് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം p/q. p and q are integers, q not equal to 0. Such numbers are called rational numbers. എഴുതിയുള്ള മക്കളെ ഡെഫിനിഷൻ എഴുതിക്കണം. A number of the form p/q, q not equal to 0, p and q are integers. എക്സാമ്പിൾ ആയിട്ട് 2-3 നമ്പർ എഴുതാം. ആ കൂട്ടത്തിൽ നമ്മൾ എഴുതുന്ന കാര്യം ശ്രദ്ധിച്ചോളൂ. ഇത് 0 എഴുതാം, 1 എഴുതാം, -3 എഴുതാം, 5 എഴുതാം. ഇതെല്ലാം അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് എഴുതാവുന്നതാണ്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ റാഷണൽ നമ്പേഴ്സ്. ഇനി അടുത്തൊരു സെറ്റിലേക്ക് പോകാം. അടുത്ത സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റാഷണൽ പറഞ്ഞു. അടുത്ത സെറ്റ് വരുന്നത് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. 5ാമത്തെ സെറ്റ് ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ്. ഇതിന് നമ്മൾ സാധാരണ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾസ് ഒന്നുമില്ല. പിന്നെ പലരും ക്യൂ എന്നുള്ളതാണ് റാഷണൽ നമ്പേഴ്സും ഉണ്ട്. നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ എന്നുള്ളത് കൊണ്ട് തന്നെ ക്യൂ ഡാഷ് ഇങ്ങനെ എഴുതും. പിന്നെ വായിക്കുന്ന ക്യൂ പ്രൈം എന്നാണ് വായിക്കുന്നത്. ക്യൂ മാത്തമാറ്റിക്കലി വായിക്കുന്ന ക്യൂ പ്രൈം എന്നാണ്. ക്യൂ പ്രൈം ഇങ്ങനെയാണ് വായിക്കാറ് നമ്മൾ. പക്ഷെ സാധാരണ വായിച്ചു വരുമ്പോൾ ക്യൂ ഡാഷ് എന്നങ്ങ് വായിക്കും. ഇതാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ. പക്ഷെ അത് യൂണിവേഴ്സലി അങ്ങനെ എല്ലാ ബുക്കുകളിലൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. എന്താണ് ഈ റാഷണൽ നമ്പേഴ്സ്? അപ്പോൾ നമുക്ക് തൽക്കാലം അങ്ങനെ ക്യൂ പ്രൈം എന്ന് വിളിക്കാം. ക്യൂ ഡാഷ് എന്ന് പറഞ്ഞാൽ a number which is rational is called, what is a rational number? A number which can be written in the form p/q. So q dash means a number which is not rational, that is called irrational. So what is a rational number? The number which can be written in the form p/q. So what is an irrational number? A number which cannot be expressed in the form p/q. p/q ഫോമിൽ എഴുതാൻ സാധിക്കാത്ത നമ്പേഴ്സിനെ. അപ്പോൾ പിക്കും ക്യൂവിനും ഒക്കെ അതിൻ്റെ കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് റാഷണലിനകത്ത് വരുന്ന അതേ കണ്ടീഷൻ തന്നെ. അപ്പോൾ
നമ്പർ വിച്ച് ഈസ് നോട്ട് റാഷണൽ. അതാണ് ഇതിന്റെ ഡെഫിനേഷൻ. നമ്പർ വിച്ച് ഈസ് നോട്ട് റാഷണൽ, which is not rational is called irrational. Q dash means irrational number which is not rational. അപ്പോൾ റാഷണലിന്റെ ഡെഫിനേഷൻ നമുക്കറിയാം. ഇനി can you say some example for this one? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എളുപ്പത്തിൽ പറയാവുന്ന ഒരു എക്സാമ്പിൾ ആണ് √2. √3 ഒരു റാഷണൽ നമ്പറാണ്, √5 ഒരു റാഷണൽ നമ്പറാണ്. ഇതെല്ലാം റാഷണൽസ് ആണ്. എന്തുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ വിളിക്കാനുള്ള കാരണം? അപ്പോൾ നമുക്ക് മനസ്സിലേക്ക് തോന്നാവുന്ന ഒരു കാര്യമുണ്ട്. √2 നമുക്ക് √2/1 എന്നുള്ള ഫോമുല എഴുതിയാൽ അത് p/q ഫോമുല ആകുന്നില്ലേ എന്നൊരു ചോദ്യം വേണമെങ്കിൽ മനസ്സിൽ വരാം. ശരിയാണോ മക്കളെ? √2/1 എന്ന് എഴുതിയാൽ അത് ആ ഫോമുലായി, p/q ഫോമുലായി. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, നമ്മൾ q ≠ 0 എന്നും പറഞ്ഞിട്ടുണ്ട്. അതും ഇവിടെ കറക്റ്റ് ആണ്. പിന്നെന്താ ഒരു പോരായ്മ? അടുത്ത ഒരു ഡെഫിനേഷൻ ആണ്, അടുത്തൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? p ആൻഡ് q ആർ ഇന്റിജേഴ്സ്. ഇവിടെ q എന്ന് പറഞ്ഞ ഇന്റിജറാ, 1 ഇന്റിജറാ. ബട്ട് √2 എന്ന് പറഞ്ഞൊരു ഇന്റിജർ അല്ല. സോ ദാറ്റ് ഈസ് വൈ √p/q ഫോമിൽ ഇങ്ങനെ എഴുതുന്നതിന് കുഴപ്പമില്ല, വാല്യൂ √2 തന്നെയാണ്. പക്ഷെ അത് നമ്മുടെ റാഷണലിന്റെ ഡെഫിനിഷനകത്ത് വരുന്ന പിയുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ അതിനെ നമുക്ക് ഇറാഷണൽ, റാഷണൽ അല്ല എന്നോ ഇറാഷണൽ എന്ന് വിളിക്കേണ്ടി വരും. സോ √2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ഈ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ √3നെയും ഇറാഷണൽ എന്ന് വിളിക്കുന്നത്. √5നെ അങ്ങനെ വിളിക്കാം. ഇനി √7 ഒരു റാഷണൽ ആണ്. വാട്ട് അബൌട്ട് √9? നോ, √9 നമുക്കറിയാം ഇത് പെർഫെക്റ്റ് സ്ക്വയർ റൂട്ടാണ്, അല്ലെ? പെർഫെക്റ്റ് സ്ക്വയർ ആണ് 9 എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അതിന്റെ സ്ക്വയർ റൂട്ട് കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു റാഷണൽ നമ്പർ ആണ്, നോട്ട് ആൻ ഇറാഷണൽ നമ്പർ. ഇനി നിങ്ങൾക്ക് വളരെ സുപരിചിതമായ 1-2 ഇറാഷണൽ നമ്പറും കൂടെ ഞാൻ പറയാം. പൈ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പൈ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ, സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 2πr എന്നാണ് പറയുന്നത്, അല്ലെ? അതിന് നമ്മളൊരു റേഡിയസ്, എവിടെ r എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, അതിന് നമ്മളതിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇരട്ടി വരും, റേഡിയസിന്റെ ഇരട്ടി വരും. അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന കോൺസ്റ്റന്റ്, അതിനെയാണ് നമ്മൾ പൈ എന്ന് വിളിക്കുന്നത്, അല്ലെ? ആ പൈ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് 3.14. പക്ഷെ എക്സാക്ട് വാല്യൂ ഇതല്ല, ഇതിങ്ങനെ പോകുന്നൊരു വാല്യൂ. പക്ഷെ നമ്മൾ 22/7 എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് വേണേൽ പറയാം. പക്ഷെ 22/7 ഇതിന്റെ എക്സാക്ട് വാല്യൂ അല്ല, ഇതൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. അപ്പം ഇത് പൈ എന്ന് പറയുന്ന ഒരു കൃത്യത ഇല്ലാത്ത വാല്യൂ ആണ്. ആര്യഭട്ടൻ അതിന്റെ ഒരു വാല്യൂ √10 എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും ഓൾമോസ്റ്റ് നോട്ട് ഈക്വൽ ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ എക്സാക്ട് വാല്യൂ. അപ്പോൾ പൈ ഒരു ഇറാഷണൽ നമ്പർ ആണ്. പിന്നെ നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട് ഓയിലേഴ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറഞ്ഞ നമ്പർ. അത് ഒരു 2നും 3ക്കും ഇടയ്ക്കുള്ള ഒരു കോൺസ്റ്റന്റ് ആണ്. അതിനും പ്രത്യേകതയുണ്ട്, നമ്മൾ പിന്നെ പഠിക്കാം. പൈ, ഇ. പിന്നെ നമ്മൾ 5 ഗോൾഡൻ റേഷ്യോ എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്. അത് നമ്മൾ പിന്നീട് വരുന്നുണ്ട് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഇത് നമുക്ക് സുപരിചിതമായ ഒരു നമ്പറാണ് പൈ എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിളാണ്. പൈ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രോക്സിമേറ്റ് എടുക്കുന്നത്, ഇത് എക്സാക്റ്റ് അല്ല, അപ്രോക്സിമേറ്റ് ആണ്. 3.14 എന്ന് പറഞ്ഞ് പോകുന്ന ഒരു വാല്യൂ. അപ്പോൾ ഇതാണ് അതിന്റെ എക്സാമ്പിൾസ്. അപ്പോൾ മക്കളെ നമ്മൾ 5 തരത്തിലുള്ള നമ്പേഴ്സ് പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചത് നമുക്ക് നോക്കാം. ഒന്നാമത് നമ്മൾ പഠിച്ച നമ്പർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണ്. നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് വിളിക്കും. അത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കൺസെപ്റ്റ് ഇതാണ്, സെറ്റ് 1 2 3 4 എക്സെട്ര. ദെൻ അടുത്തതിന്റെ കൂടെ ഹോൾ നമ്പർ എന്ന് പറയുന്നത് അതിന്റെ കൂടെ 0യും കൂടെ ചേരുമ്പോഴാണ് ഹോൾ നമ്പർ എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ ഇൻഡിജേഴ്സ് പറഞ്ഞു, പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ട്, നെഗറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ട്. അത് തുടക്കമില്ല ഒടുക്കമില്ല അങ്ങനെ പോകുന്നു. പിന്നെ പറയുന്നത് റാഷണൽ നമ്പറാണ്, നമ്പർ വിച്ച് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം p/q ആൻഡ് വിച്ച് കനോട്ട് ബി റിട്ടൺ ഇൻ ദ ഫോം p/q ഈസ് കോൾഡ് ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ സെറ്റ്. ഇനി നമുക്ക് ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒത്തിരി പറയാനുണ്ട്. ഇനി നമുക്കതിനെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റും കൂടെ നമുക്കൊന്ന് പറയാം. ദാറ്റ് ഈസ് 6th one, that is called real numbers. ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന R എന്ന് പറഞ്ഞ സിമ്പിൾ ഉപയോഗിക്കും, ക്യാപിറ്റൽ R. റിയൽ നമ്പേഴ്സിന്റെ R തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ റാഷണൽസ് ആൻഡ് ഇറാഷണൽസ്. The set of all rational numbers and irrational numbers are called real numbers. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ദുനിയാവിലുള്ള എല്ലാ നമ്പേഴ്സും വരും ഫോർ ദ ടൈം ബീങ്. അതല്ലാത്ത അതിനെ കഴിഞ്ഞ വലിയ നമ്പേഴ്സ് പിന്നെയും ഉണ്ട്. അപ്പോൾ ഫോർ ദ ടൈം ബീങ് ഇറ്റ് ഈസ് ദ യൂണിവേഴ്സൽ സെറ്റ്. ഏറ്റവും വലിയ സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സാണ്.
അപ്പോൾ റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? റാഷണൽസ് ഉണ്ട്, ഇറാഷണൽസ് ഉണ്ട്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞത് നാച്ചുറൽ നമ്പറിനെ കഴിഞ്ഞാൽ വലിയൊരു സെറ്റാണ്, സൂപ്പർ സെറ്റാണ് ഹോൾ നമ്പർ. ഒരു ഹയറാർക്കിക്കൽ ഓർഡറിലാണ് വരും. നാച്ചുറൽ നമ്പറിനെ കഴിഞ്ഞാൽ വലിയ സെറ്റാണ്, സൂപ്പർ സെറ്റാണ് മീൻസ് നമ്മുടെ ഹോൾ നമ്പേഴ്സ്. ഇത് നമ്മൾ ഇങ്ങനെ എഴുതും, സബ്സെറ്റ് എന്ന് എഴുതും. തിരിച്ചിങ്ങോട്ടാണോ വായിക്കുന്നെങ്കിൽ സൂപ്പർ സെറ്റ് എന്ന് വായിക്കും. എങ്ങോട്ടാണോ ഇതിന്റെ മൗത്ത് തിരിഞ്ഞിരിക്കുന്ന ആ ഭാഗം വലിയ സെറ്റ്. അപ്പോൾ ഇവിടെ മൗത്ത് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഈ W ആണ് വലിയ സെറ്റ്. ഇത് സൂപ്പർ സെറ്റ് എന്ന് വിളിക്കും, ഇതിനെ സബ് സെറ്റ് എന്ന് വിളിക്കും. നമുക്ക് ഇനി അതിനെ പറ്റി പഠിക്കാനുണ്ട്, സെറ്റുകളെ പറ്റി കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. ദെൻ ഈ ഹോൾ നമ്പേഴ്സിനെ കഴിഞ്ഞാൽ വലിയൊരു സൂപ്പർ സെറ്റാണ് നമ്മളെ ഇൻഡിജേഴ്സ്. അപ്പോൾ ഇതിനകത്ത് natural number is a subset of whole number, whole numbers is a subset of integers, integers is a subset of rationals. പിന്നെ അതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ് റാഷണൽസ്. പിന്നെ അതിന് മാറി നിൽക്കുന്ന ഒരു സെറ്റാണ് ഇറാഷണൽസ്, റാഷണൽസ് അല്ലാതെ വരുന്നത്. അപ്പൊ ഇത് ഈ നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ ഈ റാഷണൽസിനകത്ത് വരുന്നുണ്ട്. ഹോൾ നമ്പർ എന്ന് പറയുന്നതും റാഷണൽസിനകത്തുണ്ട്, ഇൻഡിജേഴ്സ് എന്ന് പറയുന്നതും റാഷണൽസിനകത്തുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാത്തിനും ഒരു സൂപ്പർ സെറ്റാണ് റാഷണൽസ്. അപ്പൊ റാഷണൽ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഉണ്ട്, ഹോൾ നമ്പേഴ്സ് ഉണ്ട്, ഇൻഡിജേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് വിട്ടുപോകുന്ന ഏതാണ്? റാഷണൽ അല്ലാതെ വരുന്നത്. അതാണ് നമ്മൾ വിളിക്കുന്ന ക്യൂ ഡാഷ് എന്ന് വിളിക്കുന്നത്, ക്യൂ പ്രൈം, ഇറാഷണൽസ്. ഇത് രണ്ടും കൂടെ കൂടുന്ന സെറ്റിനെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്, റിയൽ നമ്പേഴ്സ്. ഓക്കെ മക്കളെ, അപ്പൊ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് മനസ്സിലായല്ലോ. അപ്പൊ തൽക്കാലം നമുക്ക് നമ്പേഴ്സിന്റെ ആ ഒരു ഡെഫിനിഷൻ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. അപ്പോൾ നമ്മൾ പഠിച്ച 6 നമ്പേഴ്സ് എന്താ നിങ്ങളൊന്ന് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, അതിന്റെ എക്സാമ്പിൾസുമായിട്ടൊന്ന് എഴുതി വെക്കുക. ബാക്കി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ അടുത്ത ക്ലാസ് വരെ നിങ്ങൾ ഈ നമ്പേഴ്സിനെ പറ്റി ഒന്ന് വിശദമായിട്ട് പഠിക്കുക, നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.